ജീവിതമെന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്ന് സമാധാനത്തിലേക്കും സമാധാനത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ സ്നേഹിക്കുന്നവരെക്കുറിച്ചോർത്ത് സന്തോഷിക്കുക. ചില കാത്തിരിപ്പുകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നല്ലത് വരുമെന്നതല്ല, പകരം എന്തു വന്നാലും കരുത്തുള്ള മനസ്സോടെ നേരിടുമെന്നുള്ള തീരുമാനത്തിനോടുള്ള കാത്തിരിപ്പ്. ചില വിഷമങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മളെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയല്ല, മറിച്ച് നമ്മളോട് നടക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഓരോ ദിവസവും പുതിയ തുടക്കങ്ങളാക്കാൻ ശ്രമിക്കുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടമാകുന്നതെന്ന് ഓർക്കുക. അതിരുകൾ ആവശ്യമാണ്, അത് അഹങ്കാരമല്ല. അനുവാദമില്ലാതെ മറ്റൊരാളും നമ്മളിൽ അധികാരം കാണിക്കില്ലല്ലോ. ബന്ധങ്ങളിൽ സ്നേഹം, സൗഹൃദം ഇതൊക്കെ ഒരു നിമിഷത്തെ തെറ്റുധാരണ കൊണ്ട് നമുക്ക് നഷ്ടമായേക്കാം. ആയതിനാൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നമ്മുടെ ധാരണ ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പുവരുത്തുക. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറും. പരസ്പരം നഷ്ടപ്പെടും വരെ ആർക്കും ആരെയും മനസ്സിലാവില്ല. എല്ലായ്പ്പോഴും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ ആകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിന് ഒരു ഭംഗിയും ഉണ്ടാകുമായിരുന്നില്ല. നല്ല ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവർ വർത്തമാനകാലത്തിലെ തൻ്റെ മോശം പ്രവൃത്തികളെ നിയന്ത്രിക്കും. എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണീർ തുടച്ച് മുന്നോട്ട് കുതിക്കുക. നിങ്ങളുടെ കണ്ണീർ കാണാൻ ആഗ്രഹമുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നത് നിങ്ങളുടെ ബുദ്ധിയാണ്. ചിലരെ നമ്മൾ എത്ര കണ്ട് നമ്മുടേതായി സ്നേഹിച്ചാലും അവർ നമ്മുടേതായി തീരില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവർ പറയാതെ തന്നെ പറയും, ഞാൻ നിന്റേതല്ലെന്ന്. മുന്നിൽ വരുന്ന ഏതു വെല്ലുവിളികളെയും എനിക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നമ്മളിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെ കണികകൾ ഒഴുകിയെത്തുന്നു. അവസരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയും തട്ടിമാറ്റുകയും ചെയ്യാതെ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ അവയെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. എന്തു നല്ല കാര്യം ചെയ്താലും അതിൽ നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്നവരിൽ നിന്നും പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആരും വെറുതെ കടന്നു വരില്ല എന്നത് ഒരു സത്യമാണ്. ചിലർ നമ്മുടെ മുറിവിൽ തേൻ പുരട്ടുന്നവരാകും, മറ്റു ചിലർ പുതിയ മുറിവുകൾ സമ്മാനിക്കുന്നവരും. നമ്മെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ഒരാൾ നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് ഒരു ശക്തിയായിരിക്കും. സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതിയാകും. പലയിടത്തും നമ്മൾ പരാജയപ്പെടുമ്പോഴും സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ അറിവ് അത് എവിടെ നിന്നും കിട്ടും, എന്നാൽ തിരിച്ചറിവ് സ്വന്തം അനുഭവങ്ങളിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ നേരം പോക്കാവുന്നതിലും നല്ലത് സ്വന്തം കാര്യത്തിലെ തിരക്കിലാവുന്നതാണ്. അവഗണിക്കുന്നവരെ ഒഴിവാക്കി പരിഗണിക്കുന്നവരോടൊപ്പം നിൽക്കുക. അങ്ങനെയെങ്കിൽ ജീവിതം കുറെ കൂടി മനോഹരമാകും. മോശം സാഹചര്യങ്ങളിൽ വഴുതി വീഴരുത്, എന്നാൽ നല്ല സാഹചര്യങ്ങളിൽ തുള്ളിച്ചാടുകയും അരുത്.
എത്ര ഉത്കണ്ഠപ്പെട്ടാലും ഭാവിയെ മാറ്റാൻ കഴിയില്ല. എന്നാൽ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുന്നോ അത് വർത്തമാനകാലത്തെ മാറ്റുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.